നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവകാരുണ്യ സംഘടനയായ ചർക്ക സമൂഹത്തിന് നൽകുന്നത് മാതൃകാപരമായ സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചർക്ക എന്ന പേരു തന്നെ മഹാത്മാഗാന്ധിയിലേക്കും സ്വാതന്ത്ര്യ സമര സ്മരണകളിലേക്കുമുള്ള യാത്ര. പട്ടാമ്പിയിൽ 25 പേർക്ക് ചർക്കയുടെ വീൽ ചെയർ സ്നേഹസമർപ്പണം. പാചകവാതക വില വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ അടുപ്പുകൂട്ടി സമരം. ഗ്യാസ് വില വർധന മോദി സർക്കാരിന്റെ അടുക്കള പൂട്ടിക്കുന്ന ജനദ്രോഹമെന്ന് നേതാക്കൾ. കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ. മോഷ്ടിച്ച ബൈക്കുകളിൽ പെട്രോൾ പമ്പുകളിലെത്തി കവർച്ച നടത്തുന്ന പ്രതിയെ പിടികൂടിയത് സാഹസിക നീക്കത്തിലൂടെ. പ്രതിക്കെതിരെ വിവിധ ജില്ലകളിൽ മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. തൃശൂരിൽ ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യാശയുടെ പൊൻകണിയുമായി വീണ്ടും വിഷു എത്തുന്നു. കാർഷിക മഹോത്സവത്തെ വരവേൽക്കാൻ മലയാളക്കര ഒരുങ്ങി. വാർത്തകൾ വിശദമായി. ജീവകാരുണ്യ സംഘടനയായ ചർക്ക സമൂഹത്തിന് നൽകുന്നത് മാതൃകാപരമായ സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിയാസ് മുക്കോളി ചെയർമാനായ ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടനയുടെ 25 പേർക്കുള്ള വീൽ ചെയർ സ്നേഹസമർപ്പണം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ചർക്ക എന്ന പേരു തന്നെ ഗാന്ധിയിലേക്കുള്ള സഞ്ചാരമാണെന്നും VD സതീശൻ പറഞ്ഞു. ചർക്ക കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും ഉത്കണ്ഠയുടെയുമെല്ലാം പ്രതീകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാട്ടി. ചർക്ക എന്ന് കേൾക്കുമ്പോൾ നൂൽനൂൽപ്പും മഹാത്മാഗാന്ധിയുമാണ് മനസ്സിലേക്ക് ഓടിയെത്തുക. സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ചർക്ക ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. പണപ്പിരിവ് നടത്താതെ അംഗങ്ങൾ നൽകുന്ന തുക കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചർക്ക സമൂഹത്തിന് നൽകുന്നത് മാതൃകാപരമായ സന്ദേശമാണെന്നും താനും ചർക്കയിൽ അംഗത്വമെടുക്കുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ചർക്ക എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഒരു പ്രതീകം. ചർക്കയെക്കുറിച്ച് പറയുമ്പോൾ ആ ചർക്കയുടെ പിന്നിലിരുന്ന് നൂൽനൂറ്റിരുന്ന അർദ്ധനഗ്നനായിരുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കില്ല. ആ മനുഷ്യൻ നടന്നുപോയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ചർക്കയിൽ നൂൽനൂറ്റുകൊണ്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ AICC സമ്മേളനത്തിൽ പോയപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന സബർമതി ആശ്രമത്തിൻ്റെ മുറ്റത്തായിരുന്നു ഞങ്ങളെല്ലാം ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ അപ്പോഴും നിന്ന് 2 സ്ത്രീകൾ അവിടെ ചർക്കയിൽ നൂൽക്കുന്നുണ്ടായിരുന്നു. ആ ചർക്കയാണ്, അതൊരു പ്രതീകം എന്ന് പറഞ്ഞത് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് നിർത്തലിൻ്റെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയുടെ എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. കാരണം ഗാന്ധിയാണ് ചർക്ക നമ്മുടെ മനസ്സിൽ. ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പിയിൽ നിന്ന് ലഭിച്ച 49 അപേക്ഷകളിൽ 25 പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയർ നൽകിയിട്ടുള്ളത്. അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും വീൽ ചെയർ നൽകാൻ ശ്രമം നടത്തുമെന്ന് റിയാസ് മുക്കോളി അറിയിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, നജീബ് കാന്തപുരം MLA, മുൻ MLA CP മുഹമ്മദ്, CV ബാലചന്ദ്രൻ, CAMA കരീം, C സംഗീത, കമ്മുകുട്ടി ഇടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, KP വാപ്പുട്ടി, M രാമദാസ്, M രാധാകൃഷ്ണൻ, ജയശങ്കർ കൊട്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ മോഷണം നടത്തുന്ന പ്രതിയെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സാഹസികമായി പിടികൂടി. തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദാണ് പിടിയിലായത്. പിരായിരി പെട്രോൾ പമ്പിലെ ഓഫീസിൽ കയറി പണവും ലാപ്ടോപ്പും കവർന്ന കേസിന്റെ അന്വേഷണത്തിനിടെയാണ് പ്രതി പിടിയിലായത്. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ SI അജാസുദ്ദീനും സംഘവും ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. പ്രതിക്കെതിരെ വാഹനമോഷണം സംബന്ധിച്ച് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വിവിധ ജില്ലകളിൽ മോഷണം നടത്തുന്ന പ്രതി പാലക്കാട് ജില്ലയിലെ പിരായിരി പെട്രോൾ പമ്പിലെ ഓഫീസിൽ നിന്ന് പണവും ലാപ്ടോപ്പും ടാബും കവർന്നിരുന്നു. മോഷ്ടിച്ച സാധനം തമിഴ്നാട്ടിലെ ധാരാപുരത്തെ മൊബൈൽ കടയിൽ വിറ്റു. ഇത് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ധാരാപുരത്ത് പോയി റിക്കവർ ചെയ്തിട്ടുണ്ട്. പ്രതി ബൈക്കുകൾ മോഷ്ടിക്കുകയും തുടർന്ന് മോഷ്ടിച്ച ബൈക്ക് ഉപയോഗിച്ച്
പെട്രോൾ പമ്പുകളിലെത്തി മോഷണം നടത്തുന്നതുമാണ് പതിവ്. മോഷ്ടിച്ച ശേഷം ബൈക്കുകൾ പൊളിച്ചു വിൽക്കുന്നതും ഇയാളുടെ രീതിയാണെന്ന് പോലീസ് പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ബുള്ളറ്റും എറണാകുളത്ത് നിന്ന് ബൈക്കും പ്രതി കവർന്നിട്ടുണ്ട്. മോഷ്ടിച്ച ടൂളുകൾ ഉപയോഗിച്ച് തന്നെയാണ് കവർച്ചയും നടത്താറുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാചകവാതക വില വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. മോദി സർക്കാരിന്റെ ജനദ്രോഹം ആരോപിച്ച് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഷൊർണൂരിൽ പ്രതിഷേധ റാലിയും അടുപ്പുകൂട്ടി സമരവും നടത്തി. പാചകവാതക വില വർദ്ധിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ജനദ്രോഹത്തിനെതിരെയാണ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അടുപ്പ് കത്തിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബാബിയ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാക്കിറ സത്താർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൈനബ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി ലൈല ഫക്രുദ്ദീൻ, വൈസ് പ്രസിഡന്റ് റുക്കിയ അലി, ജില്ലാ കമ്മിറ്റി അംഗം ജസീന മജീദ്, ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഹസീന എന്നിവർ നേതൃത്വം നൽകി. SDPI ഷൊർണൂർ മുനിസിപ്പൽ പ്രസിഡന്റ് മുസ്തഫ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം കമ്മിറ്റി അംഗം സൈനബ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ NDA സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഗ്യാസിൻ്റെ വില 500 രൂപയിൽ താഴെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചുകൊണ്ട് 1100 രൂപ വരെ എത്തി നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായത്. ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജാലവിദ്യ എന്ന രീതിയിൽ വീട്ടമ്മമാർക്ക് ഒരു സന്തോഷവാർത്ത എന്ന രീതിയിൽ ഗ്യാസിൻ്റെ വില കുത്തനെ കുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 200 രൂപ കുറച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മാച്ച് നടത്തുകയുണ്ടായി. ഏറെക്കുറെ അത് വിജയം കണ്ടു എന്ന് തന്നെ പറയാം. വീണ്ടും സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കൊല്ലം തികയുന്നതിന് മുമ്പാണ് ഇപ്പോൾ 50 രൂപ കൂട്ടിക്കൊണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ ലത്തീൻ പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും പങ്കെടുത്താണ് മന്ത്രി മടങ്ങിയത്. ഓശാന ഞായറോടെ വിശ്വാസികൾക്ക് വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി. യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്മരണകളാൽ മുഖരിതമായിരുന്നു തൃശൂർ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളി. പള്ളി അങ്കണത്തിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അധികൃതരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. വൈദികരിൽ നിന്ന് കുരുത്തോലകൾ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. ദേവാലയത്തിനകത്തെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് ആശംസകളും നേർന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഓശാന ദിവസം സുരേഷ് ഗോപി ചെലവഴിച്ചത് തൃശൂർ ലത്തീൻ പള്ളിയിൽ തന്നെയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മൈത്രി നഗറിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കൗൺസിലർ KM ലത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് AB അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ VR സതീശൻ സ്വാഗതം പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ, ഡോക്ടർ മിഥില ജോർജ് എന്നിവർ ക്ലാസ് നയിച്ചു. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CM അംബിക ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NV വിനോദ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ യുവതിക്കെതിരെ കലാപാഹനത്തിന് കേസ്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത്. ഗുരുവായൂർ സ്വദേശിനി രാധിക നൽകിയ പരാതിയിലാണ് നടപടി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചെന്നായിരുന്നു പരാതി. കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കിഴക്കേ ദീപസ്തംഭത്തിനടുത്തെ ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ വിവിധ നിറങ്ങളിലുള്ള കടലാസ്മാല ചാർത്തി വീഡിയോ എടുത്ത്
സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. മാർച്ച് 10-നും 19-നും ഇടയിലാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വീണ്ടും ഒരു വിഷു എത്തുന്നു. കേരളത്തിന്റെ കാർഷിക കലണ്ടറിലെ പ്രത്യാശയുടെ പൊൻകണിയാണ് വിഷു. ഉഷ്ണത്തെ പ്രകൃതി മഞ്ഞവസന്തം കൊണ്ട് ഇത്തിരി നേരം മായ്ച്ചു കളയുന്ന ആഹ്ലാദവേള. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷം. രാവും പകലും തുല്യമായ ദിവസം. വിഷുവം എന്നാൽ തുല്യമായത് എന്നു തന്നെ അർത്ഥം. ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ ചലിക്കുന്നതിന് സംക്രാന്തി എന്നാണ് വിശേഷണം. സംക്രാന്തികളിൽ പ്രധാനമാണ് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ ചരിക്കുന്ന മഹാവിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും ഐതിഹ്യമുണ്ട്. ഓണം കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു. അടുത്ത ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചുള്ള ചിന്ത ഉണരുന്ന വേള. വിഷുഫലം വിശ്വാസിക്ക് സുപ്രധാനമാണ്. വിഷുക്കണി, കൈനീട്ടം, വിഷുക്കഞ്ഞി തുടങ്ങിയവ ആഘോഷത്തിൻ്റെ ഗൃഹാതുര സ്പന്ദനമാകുന്നു. വിഷുപ്പടക്കങ്ങളുടെ വർണ്ണപ്പൊലിമ കുട്ടികളുൾപ്പെടെ എല്ലാ പ്രായക്കാരെയും ആഘോഷത്തിൻ്റെ സജീവതയിലേക്ക് കൈപിടിച്ച് ഉണർത്തുന്നു. പൊള്ളുന്ന മണ്ണിൽ ചാൽകീറി ആദ്യ വിത്തെറിയുന്ന പ്രത്യാശയായി കർഷകൻ്റെ ഹൃദയത്തിൽ വിഷു ഉണർന്നു കഴിഞ്ഞു. കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന വേനൽത്തുരുത്തിൽ ശൈത്യത്തിൻ്റെ സാന്ത്വനമായി കണിവെള്ളരി ചിരിക്കുന്നു. കാർഷിക പാരമ്പര്യത്തിൻ്റെ മരിക്കാത്ത സ്മരണകളിൽ വിഷു പുനർജനിക്കുകയാണ്. വിത്തും കൈക്കോട്ടും പാടിയെത്തുന്ന വിഷുപക്ഷി എവിടെയൊക്കെയോ ഉണ്ട്. ആധുനികതയുടെ വേഗകോലാഹലങ്ങളിലും വിസ്മരിക്കാനാകാത്ത ആദിബോധത്തിൻ്റെ പച്ചപ്പുണ്ട്. മനസ്സിലുണ്ട് കവി പാടിയ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഇത്തിരി കൊന്നപ്പോവും. ഏവർക്കും വിഷു ആശംസകൾ. ന്യൂസ് ഡെസ്ക്, STV. വാടാനകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാല ബാലവേദി വനിതാവേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഹരിത വായനശാല പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു. ശനിയാഴ്ച വൈകിട്ട് ആരബി ഗ്രന്ഥശാലയിൽ വെച്ചാണ് ബാലവേദി വനിതാവേദി വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ഡോക്ടർ രേഖ R. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മക്കുറവ് ആൾക്കാർ ചോദിക്കും, ഓർമ്മക്കുറവിന് എന്താ ചെയ്യാന്ന്? ഓർമ്മക്കുറവിനൊരു മരുന്നൊന്നുമില്ല. പക്ഷെ ഓർമ്മക്കുറവിന് നമുക്ക് ചെയ്യാവുന്ന, ചെറുപ്പം മുതലേ ചെയ്യാവുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് വായിക്കുക, വായനകൾ, അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള. ഇവിടെ ഇപ്പോൾ നമ്മൾ വായനയെ കുറിച്ച് കുറേ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഡാൻസും കരാട്ടയും പാട്ടും ഒക്കെ ഉണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ നാടിന് ആവശ്യം. ഇങ്ങനത്തെ അഡിക്ഷൻസ് ആണ് ആവശ്യം. ഇതൊരു നല്ല അഡിക്ഷനാണ്. വായന ഒരു അഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നല്ല അഡിക്ഷൻ. ഇത് നമ്മുടെ നാട്ടിലുള്ള വേറെ പല അഡിക്ഷൻസിനെ കുറിച്ചും പറയണ്ട. അതാണ് ചർച്ചാ വിഷയം എല്ലായിടത്തും. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുധ ഹരിത വായനശാല പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ദീപ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹരിദാസൻ, പത്മശ്രീ, PP വിജയൻ, മിഥുൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദി ബാലവേദി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. നിന്നെ കാത്തല്ലേ ഞാൻ ഇരിക്കുന്നത്? എന്നെ കാത്തോ? ആ നിന്നെ തന്നെ. നീ എന്റെ മുത്തല്ലേ? ഞാനോ? മുത്തോ? കേറിപ്പോര്. ഇരിക്കടാ അവിടെ. ആ വഴിയല്ല, അപ്പുറത്തെ വഴി. ആ പെട്ടി തുറക്ക്, അതിലെല്ലാം ഉണ്ട്. വേഗം നടച്ചോ.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടി 2 NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SI വിനോദ് B നായർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി P പ്രദീപ്, V ദണ്ഡപാണി, KP ദിവാകരൻ, A വിജയരാഘവൻ, K മോഹനൻ, VK രജനി, വനിതാ സമാജം പ്രസിഡന്റ് രാധിക ബാലൻ, സെക്രട്ടറി മഞ്ജു രാജേഷ്, വൈസ് പ്രസിഡന്റ് ഷീജ മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുടുംബത്തിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട്. മക്കൾ വന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ അത് ആ പോലിരിക്കുന്ന ചെറിയ കുട്ടികൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുള്ള ഒരു അമ്മയോ അച്ഛനോ ഇല്ല. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ എൻ്റെയോ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രായത്തിൽ വീട്ടിൽ ചെന്ന് കയറുമ്പം ഈ കഥകൾ പറയാനും കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് അവിടെ പ്രായമുള്ള കുറേ ആൾക്കാരുണ്ടാവും. ചെറിയച്ഛൻ, വലിയച്ഛൻ, അമ്മാവന്മാര്, മുത്തശ്ശന്മാര്, മുത്തശ്ശിമാരൊക്കെ. ഇന്നതില്ല. ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉണ്ടെങ്കിൽ ഒരു വീടായി. ആ മക്കൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അവിടെ ഇല്ല. സത്യല്ലേ? അപ്പൊ നമ്മുടെ വീട്ടുകാർ, അതാത് കുടുംബത്തിലുള്ള ആൾക്കാർ, അച്ഛനും അമ്മയും തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. മണ്ണൂർ മുളകുപറമ്പ് MCBUP സ്കൂൾ 125ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലുണ്ടാവില്ല. കാരണം ഈ മണ്ണൂരിൻ്റെ പുറത്തും പാലക്കാട് ജില്ലയിലും മറ്റ് ജില്ലകളിലും സ്റ്റേറ്റുകളിലും വിദേശത്തും ഉള്ളവർ എത്രയോ പേരുണ്ടാവും. പല മേഖലയിലും നല്ല ഉയർന്ന സ്ഥാനത്തുള്ളവരുണ്ടാവും. അപ്പോൾ അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരവസരം കിട്ടുന്ന സ്കൂളിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് തലമുറകളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ച് പുരോഗതിയിലേക്ക് നയിച്ച് അവർ മാത്രമല്ല ഈ നാടിൻ്റെ തന്നെ വലിയ വിദ്യാഭ്യാസ പുരോഗതി. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധി മുഹമ്മദ് അഷ്റഫിനെയും സ്കൂൾ അധ്യാപികയെയും ബനാന ഫെയിം വൈറൽ താരം അഫ്സൽ അക്കുവിനെയും ആദരിച്ചു. ഏറെ പിന്നോക്കാവസ്ഥയിലായിരുന്ന വിദ്യാലയത്തെ ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ജില്ലയിൽ അറിയപ്പെടുന്ന വിദ്യാലയമാക്കി മാറ്റിയെടുത്ത സ്കൂളിനും മാനേജ്മെന്റിനും പൂർവ്വ വിദ്യാർത്ഥികൾ ഉപഹാരം നൽകി. മാനേജ്മെന്റിനെയും അധ്യാപകരെയും MP അഭിനന്ദിക്കുകയും ചെയ്തു. വാർഡംഗം R സുനിത, പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു, NR കുട്ടികൃഷ്ണൻ, അരവിന്ദാക്ഷൻ, PTA പ്രസിഡന്റ് P ബാബു, MPTA പ്രസിഡന്റ് റിൻഷ, മാനേജർ മുഹമ്മദ് അഷ്റഫ്, സ്റ്റാഫ് സെക്രട്ടറി P സിന്ധു, അഫ്സൽ അക്കു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക L സവിത സ്വാഗതവും PP റിയാസ് നന്ദിയും പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ ബനാന ഫെയിം താരം അഫ്സൽ അക്കുവിന്റെ ഗാനാലാപനം ഏറെ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവകാരുണ്യ സംഘടനയായ ചർക്ക സമൂഹത്തിന് നൽകുന്നത് മാതൃകാപരമായ സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചർക്ക എന്ന പേരു തന്നെ മഹാത്മാഗാന്ധിയിലേക്കും സ്വാതന്ത്ര്യ സമര സ്മരണകളിലേക്കുമുള്ള യാത്ര. പട്ടാമ്പിയിൽ 25 പേർക്ക് ചർക്കയുടെ വീൽ ചെയർ സ്നേഹസമർപ്പണം. പാചകവാതക വില വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ അടുപ്പുകൂട്ടി സമരം. ഗ്യാസ് വില വർധന മോദി സർക്കാരിന്റെ അടുക്കള പൂട്ടിക്കുന്ന ജനദ്രോഹമെന്ന് നേതാക്കൾ. കുപ്രസിദ്ധ മോഷ്ടാവ് തൃശൂർ എടക്കഴിയൂർ സ്വദേശി റംഷാദ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിൽ. മോഷ്ടിച്ച ബൈക്കുകളിൽ പെട്രോൾ പമ്പുകളിലെത്തി കവർച്ച നടത്തുന്ന പ്രതിയെ പിടികൂടിയത് സാഹസിക നീക്കത്തിലൂടെ.
പ്രതിക്കെതിരെ വിവിധ ജില്ലകളിൽ മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന ഞായർ. തൃശൂരിൽ ഓശാന തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പ്രത്യാശയുടെ പൊൻകണിയുമായി വീണ്ടും വിഷു എത്തുന്നു. കാർഷിക മഹോത്സവത്തെ വരവേൽക്കാൻ മലയാളക്കര ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.